ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 10ാം ക്ലാസ് ഇംഗ്ലീഷ് 2ാം പാർട്ട് പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വുഡ്ലാൻഡ് വിസ്പേഴ്സ് എന്ന യൂണിറ്റിലെ ഒരു നാടകമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു സാൻസ്ക്രിത് നാടകം, നമ്മുടെ കാളിദാസയുടെ സാംസ്കൃത് നാടകമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. പേര് ശാകുന്തളം. ഇതിന്റെ ശരിക്കുള്ള പേര് അഭിജ്ഞാന ശാകുന്തളമാണ്. ഇതിന്റെ ഷോർട്ട് നെയിം ശാകുന്തളമാണ്. ഇത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ആർതർ വില്യം റൈഡർ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നതെന്ന്. ദ ക്ലിയർ ബ്ലൂ സ്കൈ, സ്പാർക്ലിംഗ് റിവേഴ്സ് ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് സ്പീക്ക് ടു അസ് ഓഫ് ദ ജോയ് ആൻഡ് സെറനിറ്റി ഇൻ നേച്ചർ. എന്താ ഇതിൽ പറയുന്നത്? തെളിഞ്ഞ നീലാകാശവും ഈ സ്പാർക്ലിംഗ് റിവർ അല്ലെ, വെട്ടിത്തിളങ്ങുന്ന നദികളും അല്ലെ, തെളിഞ്ഞ നീലാകാശവും അതുപോലെ തന്നെ ബ്ലൂ സ്കൈ എന്ന് പറഞ്ഞാൽ നീലാകാശം, സ്പാർക്ലിംഗ് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെട്ടിത്തിളങ്ങുന്ന നദികളും അല്ലെ. ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. എന്താ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല വാസനയുള്ള അല്ലെ, മണമുള്ള പൂക്കളും. സ്പീക്ക് ടു അസ്, ഇതെല്ലാം നമ്മളോട് എന്താ പറയുന്നത്? ഓഫ് ദ ജോയ്, സന്തോഷവും. ആൻഡ് സെറനിറ്റി ഇൻ നേച്ചർ. സെറനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തത, കാം അല്ലെ, അതായത് പ്രകൃതി അല്ലെ, പ്രകൃതിയിലുള്ള സന്തോഷവും ശാന്തതയെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. ഷുഡിന്റ് വി ലിവ് ഇൻ ഹാർമണി വിത്ത് മദർ നേച്ചർ അല്ലെ, നമ്മള് മദർ നേച്ചറുമായിട്ട് വളരെ ഐക്യത്തോടെ അല്ലേ, ഹാർമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യത്തോടെ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഇഫ് അവർ ബോണ്ട് വിത്ത് നേച്ചർ ബ്രേക്സ് അല്ലെ, നമ്മുടെ നേച്ചറുമായിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ബന്ധം ഇല്ലാതാവുകയാണെങ്കിൽ, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഡിസാസ്റ്റർ അല്ലെ. ഇത് എന്തിനെ കലാശിക്കുക എന്നാ പറഞ്ഞിട്ടുള്ളത്? ദുരന്തത്തിലാണ് എന്ത് ചെയ്യുക? കലാശിക്കുക. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ ആൻസസ്റ്റേഴ്സ് ടു നേച്ചർ, അതായത് നമ്മുടെ പൂർവികരുടെ പ്രകൃതിയുടെ മേലുണ്ടായിരുന്ന എന്താ പറയാ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അവരെങ്ങനെയാണ് പ്രകൃതിയെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഡിഡിൻ ദേ ട്രൈ ടു കോ എക്സിസ്റ്റ് വിത്ത് നേച്ചർ, അവർ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇത് നമ്മളോട് ചോദ്യം ചോദിക്കുക. Here is an excerpt from the play ശാകുന്തളം by കാളിദാസ അല്ലെ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളെ കാളിദാസ് എഴുതിയിട്ടുള്ള അഭിജ്ഞാന ശാകുന്തളം, അതായത് ശാകുന്തളം എന്ന നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ്. ലെറ്റ്സ് എക്സാമിൻ ഹൗ അവർ ആൻസസ്റ്റേഴ്സ് ലിവ്ഡ് അറ്റ് ദാറ്റ് ടൈം. നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു നമ്മുടെ ആൻസസ്റ്റേഴ്സ്, നമ്മുടെ പൂർവികര് അല്ലെ ആ സമയത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാമെന്ന് എന്ത് ചെയ്യാണ് പറയാണ്. അപ്പൊ ഇത് മൊത്തം നമ്മുടെ ഈ പ്ലേ വരുന്നത് 7 ആക്ട് ആണ് വരുന്നത്. നമുക്ക് 1ാമത്തെ ആക്ട് ആണ് പഠിക്കാനുള്ളത്. കുറച്ച് ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. സത്യത്തിൽ 7 ആക്ട് ആണ് ഈ പ്ലേ വരുന്നത്. കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ദ ഹണ്ട്, 1ാമത്തെ അധ്യായം. ദ ഹണ്ട്. എന്താ ദ ഹണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വേട്ട. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇതിലെ ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഡ്രാമാറ്റിസ് പേഴ്സോണെ. എന്താ ഡ്രാമാറ്റിസ് പേഴ്സോണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്രാമാറ്റിസ് പേഴ്സോണെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ആരൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സ് വരുന്നത്? കിങ് ദുഷ്യന്ത അല്ലെ, ചാരിയോട്ടർ അല്ലെ, ചാരിയോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രഥസാരഥി. ശകുന്തള അല്ലെ, നമ്മളെ മെയിൻ നടി അല്ലെ. ഫോസ്റ്റർ ചൈൽഡ് ഓഫ് സേജ് കൺവ. ഈ ഫോസ്റ്റർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദത്തുപുത്രി എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അഡോപ്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി. ആരുടെ? നമ്മുടെ സ്വാമി ആയിട്ടുള്ള അല്ലെങ്കിൽ മഹർഷി ആയിട്ടുള്ള കൺവ. അനസൂയ, പ്രിയംവദ, ഇവരൊക്കെ ശകുന്തളയുടെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ തോഴിമാരി എന്നൊക്കെ എന്ത് ചെയ്യുമല്ലോ പറയുമല്ലോ. ഓക്കെ, നമ്മുടെ ഈ നാടകമായതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഇതിലെ ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് വലിച്ചു വാരിയിട്ട് കുറച്ച് കാവ്യാത്മകമായിട്ട് അല്ലെ ആയിരിക്കും ഇതിൽ നൽകിയിട്ടുണ്ടാവുക. പിന്നെ നാടകമായതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇതൊരു സ്റ്റേജിലാണ് നടക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമ്മളെ മൈൻഡിലോട്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം വരണം. എന്നാലേ ഈ നാടകം എന്തെങ്കിലും സക്സസ് ആയിട്ടും ഉണ്ട്. നമുക്ക് നോക്കാം. ദുഷ്യന്ത ആൻഡ് ഡിയർ. ഞാൻ സ്റ്റേജിലാട്ടത് നടക്കുന്നത്. ദുഷ്യന്തനും അതുപോലെ തന്നെ മാനും. എൻറ്റർ അല്ലെ, അവർ പ്രവേശിക്കുന്നു. ഇൻ എ ചാരിയോട്ട്. എന്തിനാണ് പ്രവേശിക്കുന്നത്? ഒരു രഥത്തിലാണ് പ്രവേശിക്കുന്നത്. പെർസ്യൂവിങ് എ ഡിയർ അല്ലെ, ഒരു മാനിനെ പിന്തുടർന്ന് കണ്ടാണ് എന്ത് ചെയ്യുന്നത്? പിന്തുടരുകയാണ് ഇവര് അല്ലെ. ആരൊക്കെയാണ്? കിങ് ദുഷ്യന്ത ഉണ്ട്. ബോ ആൻഡ് ആരോ ഇൻ ഹാൻഡ്, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? അമ്പും വില്ലും എന്തുണ്ട്? ആൻഡ് ദ ചാരിയോട്ടർ. ആരുണ്ട്? രഥസാരഥിയുണ്ട്. അപ്പൊ ഇനി രഥസാരഥി പറയാണ് ചാരിയോട്ടർ, ലുക്കിംഗ് അറ്റ് ദ കിങ് ആൻഡ് ദ ഡിയർ അല്ലെ, രാജാവിനെയും അതുപോലെ തന്നെ മാനിനെയും മാറിയിട്ട് നോക്കിയിട്ട് അല്ലെ. യുവർ മെജസ്റ്റി, പ്രഭു
അല്ലെ? ഇവിടെ മെജസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങുന്നേ പ്രഭു രാജാവേ, ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ വിത്ത് ഷാർപ്സ് ടു എൻഡ് ഹിസ് റൈസ്. അല്ലെ? ഇവിടെ ഷാർപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആരോ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഐ സീ യു ഹണ്ട് ദ സ്പോട്ടഡ് ഡിയർ. അല്ലെ? അങ്ങ് വേട്ടയാടുന്ന ആ പുള്ളിമേനെ ഞാൻ കാണുന്നുണ്ട്. അല്ലെ? വിത്ത് ഷാർപ്സ് ടു എൻഡ് ഹിസ് റൈസ്. അല്ലെ? അങ്ങയുടെ ആരോ കൊണ്ട്, അല്ലെ, അങ്ങയുടെ അമ്പ് കൊണ്ട് അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചാലും, അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്ന് പറയാണ്. അപ്പൊ രാജാവ് പറയാണ്, ചാരിയോട്ടർ, ദ ഡിയർ ഹാസ് ലെഡ് അസ് എ ലോങ് ചേസ്. ഓ, ആ മാൻ നമ്മെ കുറെ ഇട്ട് ഓടിക്കുന്നുണ്ട്. അല്ലെ? ആ മാനാണ് ഇപ്പൊ മുന്നിൽ നമ്മളെ ഇട്ടുകൊണ്ട് കുറെ ഇട്ടുകൊണ്ട് ഓടിക്കുന്നത്. ആൻഡ് ഈവൻ നൗ, ഇപ്പോഴും, ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ് ആസ് ബാക്ക്വേർഡ്സ് ലുക്ക് he sends at my pursuing car that threatens death from far. രാജാവ് പറയാണ്, ഇപ്പോഴും, അതായത് ഈ മാൻ ഇങ്ങനെ ഇവരെ കണ്ട് പേടിച്ചിങ്ങനെ ഓടുമ്പോ ആ മാൻ ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വളഞ്ഞിങ്ങനെ എന്ത് ചെയ്യുന്നു നോക്കുന്നുണ്ട്. അല്ലെ? അപ്പൊ ആ കഴുത്ത് വളഞ്ഞു നോക്കുന്നതിന്റെ സൗന്ദര്യം രാജാവ് ഇവിടെ എന്ത് ചെയ്യാണ്, വർണ്ണിക്കുകയാണ്. അല്ലെ? ആൻഡ് ഈവൻ നൗ, ഇപ്പോഴും, ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻസ്. അല്ലെ? അതിന്റെ കഴുത്തുണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ടാണ് അത് വളയുന്നത്. ആസ് ബാക്ക്വേർഡ്സ് ലുക്ക് ഹി സെൻസ് അറ്റ് മൈ പെർസ്യൂവിംഗ് കാർ. അല്ലെ? അതിനെ പിന്തുടരുന്ന എന്റെ രഥത്തെ അത് എന്ത് ഭംഗിയായിട്ടാണ് കഴുത്ത് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നോക്കുന്നത്. ദാറ്റ് ത്രട്ടൻസ് ഡെത്ത് ഫ്രം ഫാർ. എന്റെ രഥം, അല്ലെ, അതിനെ പേടിപ്പെടുത്തുന്നുണ്ട്. ത്രട്ടൻസ്, പേടിപ്പെടുത്തുക. പെർസൂവിങ് എന്ത് ചെയ്യാണ്, പിന്തുടരുക. അല്ലെ? ഇവിടെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥമാണ് അർത്ഥം വരുന്നത്. അല്ലെ? എന്താണെന്നാ പറഞ്ഞത്, അത് അതായത് ഈ മാനിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രഥം എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പിന്നെ ഒരു ഭീഷണിയാണ്. അല്ലെ? ഫിയർ സ്വിങ്സ് ടു ഹാഫ് ദ ബോഡി സ്മോൾ. പേടിച്ചിട്ട് അതിന്റെ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ ഷ്രിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അല്ലെ? അത് ചുരുങ്ങിയിട്ടുണ്ട് പേടിച്ചിട്ട്. സീ ഹൗ ഹി ഫിയേഴ്സ് ദ ആരോസ് ഫാൾ. അല്ലെ? നോക്കൂ, അതിനെന്ത് പേടിയാണ് ഈ നമ്മുടെ ശരം പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അമ്പ് പോയിട്ട് അല്ലെ, അതിന് കൊള്ളുന്നത് അതിനെന്തൊരു പേടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രാജാവിന്റെ രഥം ഈ മാനിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ കഴിഞ്ഞു, മാനിന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ, ചത്തുപോയില്ലേ? ഓക്കെ. The path he takes is trewed with blades of grass half chewed. അല്ലെ? ഇനി പറയുന്നത് കുറച്ച് കാവ്യാത്മകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. വളരെ രസകരമായിട്ടാണ്. അല്ലെ? നമ്മൾ പണ്ട് ബാലരമേനെയും ബാലഭൂമിനെയൊക്കെ വായിച്ച പോലെയുള്ള അതേമാതിരിയുള്ള രാജാവിന്റെയും അതുപോലെ തന്നെ രാജാവിന്റെ ഒപ്പമുള്ള ആളുകളുടെയൊക്കെ ഒരു സംസാരമാണ് ഇതിൽ വരുന്നത്. ദ പാത്ത് ഹി ടേക്സ് ഈസ് സ്ട്രീവഡ്. സ്ട്രീവഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വരുന്നത് ചിന്നിച്ചിതറി നിൽക്കുക, അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ചിതറുക, അതുപോലെ തന്നെ സ്കാറ്റർ ചെയ്യുക. ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളല്ല, നമ്മുടെ പുല്ലുകളുടെ തുമ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഈ മാന് ഓടുന്ന വഴിയില് അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, പകുതി ചവച്ചരച്ചിട്ടുള്ള പുല്ലുകൾ വീണ് കിടക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുല്ല് തിന്നുമ്പോഴായിരിക്കും നമ്മുടെ രാജാവും അതുപോലെ തന്നെ ഈ രഥസാരഥി ഇതിന്റെ പിന്നാലെ കൂടുന്നത്, രഥം പിന്നാലെ എന്ത് ചെയ്തിട്ടുള്ള കൂടുന്നത്. അപ്പൊ മാന് പോകുന്ന വഴിക്കൊക്കെ അങ്ങനെ ഇങ്ങനെ ചവക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അതിങ്ങനെ വായിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടാവാം, വീഴുന്നുണ്ടാവാം എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. എന്ത് ഭംഗിയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ മാനിനെ ഇവിടെ എന്തേ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. ദ പാത്ത് ഹി ടേക്സ്. അല്ലെ? അവൻ തിരഞ്ഞെടുത്തിട്ടില്ല, അവൻ ആ ഓടുന്ന ആ വഴികളിലെല്ലാം ഈ സ്ട്രീവഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാഫ് ച്യൂവഡ്. അല്ലെ? പകുതി ചവച്ചരച്ചിട്ടുള്ള എന്താണ് പറഞ്ഞിട്ടുള്ളത്, ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്. അല്ലെ? എന്താ ചെയ്യാ, പുല്ലുകള് തുമ്പുകളും മറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആകെ വീണ് കിടക്കുക എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഹി ലീവ്സ് സോ ഓഫൺ. അല്ലെ? അവന് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യുന്നത്, ലീവ്സ് ചെയ്യുന്നുണ്ട്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കുതിച്ചു ചാടുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അവൻ പല സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, കുതിച്ച് ചാടുന്നുണ്ട്. ഹി ലീവ്സ് സോ ഓഫൺ ആൻഡ് സോ ഹൈ. അല്ലെ? അവന് അതായത് വലിയ ചാട്ടമാണ് എന്ത് ചെയ്യുന്നത്, അവൻ എന്ത് ചെയ്യുന്നത്, ചാടുന്നത്. ഹി ഡസ് നോട്ട് സീം ടു റൺ. അവൻ ഓടുകയല്ല, അല്ലെ, ബട്ട് ഫ്ലൈ. അവൻ എന്താ ചെയ്യുന്നത്, പറക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേഴ്സ്യൂ ആസ് ഐ മേ. അല്ലെ? എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിനെന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് പിന്തുടരും. അല്ലെ? അത് ഞാനിപ്പോ അതിനെ പിന്തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഐ ക്യാൻ ഹാർഡ്ലി കീപ് ഹിം ഇൻ സൈറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്കതിനെ കാണാൻ പറ്റുന്നില്ല. അതായത് ഇവരുടെ രഥത്തെ പിന്നോട്ടാക്കിയിട്ട് ആ മാന് മുന്നോട്ട് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഉത്തരം നമ്മൾ ചാരിയോട്ടർ പറയാണ്, യുവർ മെജസ്റ്റി, പ്രഭു, ഐ ഹാവ് ബീൻ ഹോൾഡിംഗ് ദ ഹോഴ്സസ് ബാക്ക്. ഞാൻ നമ്മുടെ കുതിരകൾ എന്ത് ചെയ്യാണ്, പുറകോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ദ ഗ്രൗണ്ട് വാസ് റഫ്. ഇവിടെ ഗ്രൗണ്ട് വാസ് റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു എന്ന് പറയാണ്. ദിസ് ഗേവ് ദ ഡിയർ റിയൽ. അല്ലെ?
ഇത് അതായത് നമ്മൾ രഥം പോകുന്ന വഴി കുണ്ടും കുഴി ആയതുകൊണ്ട് ഞാൻ സ്പീഡ് കുറക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കുതിരകൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പുറകോട്ട് വലിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ആ മാന് മുന്നോട്ട് എത്തിയിട്ടുള്ളതെന്ന് പറയാണ്. നൗ വി ആർ ഓൺ ലെവൽ ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെവൽ ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ഇനി പേടിക്കണ്ട. ആൻഡ് യു വിൽ ഈസിലി ഓവർടേക്ക് ഹിം. നമുക്ക് ഈസിലി ആയിട്ട് ആ മാൻ എന്ത് ചെയ്യാം, ഓവർടേക്ക് ചെയ്യാം. ഈ മാനിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മാനിന് എന്ത് ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക, അമ്പ ചെയ്ത് കണ്ട് വീഴ്ത്താൻ പറ്റുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം ദ വാർണിംഗ്. വാർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നറിയിപ്പ്. അപ്പോ ഒരു മുന്നറിയിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ആരാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, നോക്കാം. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്. ഈ സീനിന്റെ പുറകിൽ നിന്നൊരു വോയിസ് നമുക്ക് ഓഫ് സ്റ്റേജിൽ നിന്ന് വോയിസ് കേൾക്കാം. ഓ കിങ്, അല്ലയോ രാജാവേ, ദിസ് ഡീർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ്. ഈ മാൻ ഞങ്ങളുടെ ആശ്രമത്തിലേതാണ്. ഹെർമിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമം അല്ലെ. ആൻഡ് മസ്റ്റ് നോട്ട് ബി കില്ലഡ്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല രാജാവേ എന്ന് പറയാണ്. അപ്പൊ ഇത് ആദ്യം കേൾക്കുന്നത് ചാരിയോട്ടർ കേൾക്കുന്നുണ്ട്, അപ്പൊ പിന്നെ രാജാവും കേൾക്കുന്നുണ്ട്. അപ്പൊ ചാരിയോട്ടർ ഇതിങ്ങനെ ലിസണിങ് എന്തോ കേട്ടുകൊണ്ട്, അതായത് ഈ വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ നമ്മളെ ചാരിയോട്ടർ അതിങ്ങനെ കേൾക്കുന്ന പോലെ എന്ത് ചെയ്യും, അഭിനയിക്കും. നാടകമല്ലേ. യുവർ മെജസ്റ്റി, പ്രഭോ, ഹിയർ ആർ 2 ഹെർമിറ്റ്സ്. ഇവിടെ 2 ഹെർമിറ്റ്സ് വന്നിട്ടുണ്ട്, മുനിമാര് സ്വാമിമാർ എന്ത് ചെയ്യുന്നുണ്ട്, വന്നിട്ടുണ്ട്. ഹു have come to save the deer just when your arrow was about to fall. അവരെന്തിനാ വന്നിട്ടുള്ളത്, ഈ മാനെ രക്ഷിക്കാനാണ് വന്നിട്ടുള്ളത്. അങ്ങയുടെ ശരം പോയിട്ട് അല്ലെ അതിനെ തീർക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അങ്ങയുടെ അമ്പ് അതിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അങ്ങ് അതിനെ വധിക്കുന്നതിന് മുന്നോടിയായിട്ട് അവരതിനെ രക്ഷിക്കാനായിട്ട് വന്നതാന്ന് പറയാണ്. അപ്പൊ രാജാവ് ഹാസ്റ്റിലി, രാജാവ് തിടുക്കത്തിൽ ഇവരോട് എന്ത് ചെയ്യാണ് പറയാണ്. ഹാസ്റ്റിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിടുക്കം. സ്റ്റോപ്പ് ദ ചാരിയോട്ട്, രഥം നിർത്തിയാലും എന്ന് എന്ത് ചെയ്യാൻ പറയാണ്. അപ്പൊ ചാരിയോട്ടർ പറയാണ് യെസ് യുവർ മെജസ്റ്റി. ഓക്കെ പ്രഭോ, ഞാൻ നിർത്താന്ന് പറയാണ് അല്ലെ. ഓക്കെ പ്രഭോ എന്ന് പറയില്ല, ഉത്തരവ് പ്രഭോ എന്നൊക്കെ പറയാം കേട്ടോ. ഹി ഡസ് സോ, അവൻ അത് ചെയ്യുന്നു, ചാരിയോട്ടർ അത് ചെയ്യുന്നു. എൻ്റർ എ ഹെർമിറ്റ്, അവിടേക്ക് ആര് വരുന്നു എന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്വാമി എന്ത് ചെയ്യുന്നു, വരുന്നു വിത്ത് ഹിസ് പ്യൂപ്പിൾ അല്ലെ. ഒരു ഹെർമിറ്റും അതിന്റെ ഒരു സ്റ്റുഡന്റ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ വേറെ ആരെങ്കിലും വരുന്നു. ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ചിലപ്പോൾ ഒരു വലിയ സ്വാമി ഉണ്ടാവാം, അതിന്റെ ഒപ്പം ഉണ്ടാവാം ഒരു സ്റ്റുഡന്റും ഉണ്ടാവാം. ഹെർമിറ്റ് ലിഫ്റ്റിംഗ് ഹിസ് ഹാൻഡ് അല്ലെ, അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വണങ്ങിക്കൊണ്ട്, ഓ കിങ് ദിസ് ഡീർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് അല്ലെ. കൈ ഉയർത്തിയിട്ട്, രാജാവേ, ഈ മാന് ഞങ്ങളുടെ ഹെർമിറ്റേജിലേതാണ്, ഞങ്ങളുടെ ആശ്രമത്തിലേതാ മാനാണ്. ഇനി നമുക്ക് ഒരു 4-5 ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ കാവ്യാത്മകമായിട്ട് എന്ത് ചെയ്യാണ്, പറയാണ് അല്ലെ. വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസംസ് പെറിഷ് ഇൻ ദ ഫയർ. എന്താ പറഞ്ഞിട്ടുള്ളത്, എന്തിനാണ് അതിന്റെ ടെൻഡർ ഫോം, അതിന്റെ ശരീരം, അതായത് ലോലമായിട്ടുള്ള ആ ശരീരം നമ്മൾ എക്സ്പയർ ആക്കുന്നത്, ഇല്ലാതാക്കുന്നത്. ആസ് ബ്ലോസംസ് പെറിഷ് ഇൻ ദ ഫയർ അല്ലെ. അതായത് പുഷ്പങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പൂക്കാലം അല്ലെ, പുഷ്പങ്ങളെല്ലാം എന്താ തീയിലിട്ട് കാണ്ട് പെറിഷ്, നശിപ്പിക്കുക അല്ലെ. അതായത് പുഷ്പങ്ങളെല്ലാം തീയിലിട്ട് നശിപ്പിക്കുന്നത് പോലെ എന്തിനാണ് അതിന്റെ ഭംഗിയുള്ള ലോലമായിട്ടുള്ള ശരീരം നമ്മൾ ഇല്ലാതാക്കുന്നത്. ഹൗ കുഡ് ദാറ്റ് ജെന്റിൽ ലൈഫ് അല്ലെ, അതിന്റെ ജെന്റിൽ ലൈഫ് എങ്ങനെയാണ് അത്, ആ ജെന്റിൽ ലൈഫ് സഹിക്കുക, ആ നല്ലൊരു ജീവിതം അല്ലെ, ആ ജെന്റിൽ ആയിട്ടുള്ള ആ മാന്റെ ജീവിതം അല്ലെ. മാൻ എങ്ങനെയാണ് എൻഡ്യൂർ മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യുക, സഹിക്കുക. ദ ഡെഡ്ലി ആരോ ഷാർപ്പ് ആൻഡ് ഷ്യൂർ അല്ലെ, അങ്ങയുടെ മൂർച്ചമേറിയിട്ടുള്ള ഈ അല്ലെ ഈ അമ്പിന്റെ വേദന അല്ലെ, ഈ ശരത്തിന്റെ വേദന എങ്ങനെയാണ്, അതിന്റെ ആ ജെന്റിൽ ലൈഫ് എങ്ങനെയാണ്, ലോകം ചെറിയൊരു മാൻകുട്ടിയല്ലത്, അതെങ്ങനെയാണ് സഹിക്കുക. റീസ്റ്റോർ യുവർ ആരോ ടു ദ ക്യൂവർ അല്ലെ, അങ്ങയുടെ ആ ആയുധങ്ങൾ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, ക്യൂവർ. ഇവിടെ ക്യൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഹോൾഡിങ് ആരോസ് ആണ് അല്ലെ. നമ്മൾ ഇതിന്റെ കൂറകൾ ഉണ്ടാവില്ല, നമ്മൾ അമ്പും വില്ലൊക്കെ വെക്കുന്നത് അല്ലെ. അങ്ങയുടെ ആരോസ് ഈ ക്യൂവറിൽ എന്ത് ചെയ്താലും, റീസ്റ്റോർ ചെയ്താലും, തിരിച്ചു വെച്ചാലും. ടു യു വേർ വെപ്പൺസ് ലെൻഡ് അല്ലെ, ആരിൽ നിന്നാണോ അങ്ങ് ഈ ആയുധം കടമെടുത്തിട്ടുള്ളത് അല്ലെ, ആരാണ് അങ്ങക്ക് ആയുധം നൽകിയിട്ടുള്ളത്. ദ ബ്രോക്കൺ ഹേർട്ടഡ് ടു ഡെലിവർ ഇല്ലെ, നിരാശരായിട്ടുള്ള അല്ലെ, ഹൃദയം തകർന്നവരെ സഹായിക്കാനുള്ളതാണ്, അവരെ ഡെലിവർ ചെയ്യാനുള്ളവരാണ്. നോട്ട് സ്ട്രൈക്ക് ദ ഇന്നസെന്റ്, അല്ലാതെ നിഷ്കളങ്കരെ അല്ലെ പാവപ്പെട്ടവരെ ഉപദ്രവിക്കാനല്ല എന്ന രീതിയിൽ ആ ഹെർമിറ്റ് പറയാണ്. നിങ്ങൾക്ക് എന്തിനാണോ ഈ ആയുധം ലഭിച്ചിട്ടുള്ളത്, അത് സാധാരണക്കാരെ സഹായിക്കാനുള്ളതാണ്, അല്ലാതെ പാവപ്പെട്ടവരെ എന്തെല്ലാം അല്ലെങ്കിൽ മനസ്സ് തകർന്നവരെ, പ്രയാസം അനുഭവിക്കുന്നവരെ രക്ഷിക്കാനുള്ളതാണ് ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാതെ പാവപ്പെട്ടവരെ എന്ത് ചെയ്യാനല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്, ഇല്ലാതാക്കാനല്ല എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ രാജാവ് വളരെ പൊളൈറ്റ്ലി എന്ത് ചെയ്യാണ്, വണങ്ങാണ്. ബോവിങ് ലോ, ഇറ്റ് ഈസ് ഡൺ, ഞാനത് ചെയ്തു കഴിഞ്ഞു. ഹി ഡസ് സോ, അങ്ങനെ നമ്മുടെ രാജാവ് അത് എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു.
ഹെർമിറ്റ് ജോയ്ഫുള്ളി, നമ്മുടെ ആ ഹെർമിറ്റ് സന്തോഷത്തോടെ, എ ഡീഡ് വർത്തി ഓഫ് യു, അല്ലെ, അങ്ങ് ചെയ്ത പ്രവൃത്തി അല്ലെ നല്ലൊരു പ്രവൃത്തിയാണ് അല്ലെ. എ ഷൈനിങ് എക്സാമ്പിൾ ഓഫ് കിങ്സ്, രാജാക്കന്മാർക്ക് എല്ലാവർക്കും അങ്ങൊരു എക്സാമ്പിൾ. അതായത് വെറും ഒരു മഹർഷി പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഇദ്ദേഹം എന്ത് ചെയ്യാണ്, കേൾക്കാണ്. ഇനി ആ രണ്ട് ഹെർമിറ്റ്സും ഒപ്പം പറയാണ്, ഓ കിങ്, വി ആർ ഓൺ അവർ വേ ടു ഗ്യാദർ ഫയർവുഡ്, ഞങ്ങള് വിറക് ശേഖരിക്കാനായിട്ട് പോവുകയായിരുന്നു അല്ലെ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് മാലിനി, ഇവിടെ മാലിനി എന്ന് പറഞ്ഞിട്ടുള്ള നദിയുടെ ബാങ്ക്സിൽ, തീരത്ത്. യു മേ സീ ദ ഹെർമിറ്റേജ് ഓഫ് ഫാദർ കൺവ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്, കൺവ മഹർഷിയുടെ ഹെർമിറ്റേജ്, അതായത് ആശ്രമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം. ഓവർ വിച്ച് ശകുന്തള പ്രിസൈഡ്സ് ആസ് ഓവർ ഗാർഡിയൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ അവിടുത്തെ കാര്യങ്ങളും മറ്റൊക്കെ പ്രിസൈഡ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഞങ്ങളുടെ ഗാർഡിയൻ ആയിട്ട് അവിടുത്തെ ഈ ഹെർമിറ്റേജ്, ഈ ആശ്രമം, അതിന്റെ ചുറ്റുപാടൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശകുന്തളയാണ്. പ്രേ, ഇവിടെ പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് റെസ്പെക്റ്റബിൾ റിക്വസ്റ്റ് ആണ് അല്ലെ. പ്രഭു അങ്ങ് ഇറങ്ങിയാലും, എൻ്റർ ഹിയർ, ഇവിടെ ഇറങ്ങിയാലും, ആൻഡ് റിസീവ് എ വെൽക്കം അല്ലെ, ഞങ്ങളുടെ ആദിത്യ മര്യാദ സ്വീകരിച്ചാലും എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. കിങ്, അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, ഈസ് ദ ഹെർമിറ്റ് ഫാദർ ഹിയർ, അല്ല നമ്മുടെ ഹെർമിറ്റ് ഫാദർ ഇവിടെ ഉണ്ടോ, ഇവിടെ കൺവ മഹർഷി ഉണ്ടോ എന്ന് എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അപ്പൊ ഈ ടു ഹെർമിറ്റ്സ് പറയാണ്, നോ, ഹി ഹാസ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം ഗസ്റ്റ്സ്, അല്ലെ, ഇല്ല, അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ മകളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, ശകുന്തളയെ. ആൻഡ് ഹാസ് ജസ്റ്റ് ഗോൺ ടു സോമതീർത്ഥ, അദ്ദേഹം പോയിട്ടുള്ളത് സോമതീർത്ഥ എന്ന സ്ഥലത്തോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുള്ളത്. ഇതൊരു പിൽഗ്രിമേജ് സൈറ്റ് ആട്ടോ, ഗുജറാത്തിലാണ് ഇതുള്ളത്, സബർമതി നദീതീരത്തിന്റെ അടുത്താണ് ഈ സോമതീർത്ഥ ഉള്ളത്. രാജാവ്, വെൽ ഐ വിൽ സീ ഹർ, ഞാൻ ശകുന്തളയെ കണ്ടോളാം. ഷീ ഷാൾ സീ മൈ ഡിവോഷൻ, അവൾ എന്റെ ഭക്തി കാണട്ടെ, ഡിവോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി. ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ടു ദ സേജ്, അത് സ്വാമിയോട് എന്ത് ചെയ്യട്ടെ, റിപ്പോർട്ട് ചെയ്യട്ടെ എന്ന് പറയാണ്. ദ ടു ഹെർമിറ്റ്സ്, ദെൻ വി വിൽ ഗോ ഓൺ അവർ വേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് സ്വാമിമാരോടൊന്ന് പോവുകയാണ്. രാജാവ് പറയാണ്, ചാരിയോട്ടർ ഡ്രൈവ് ഓൺ, അല്ലെ, രഥം മുന്നോട്ട് നീങ്ങട്ടെ, വണ്ടി വിടു അറിയില്ലേ. എ സൈറ്റ് ഓഫ് പിയോസ്, ഇവിടെ പിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുള്ള എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്, ഹോളി എന്ന അർത്ഥമാണ് വരുന്നത് കേട്ടോ. എ സൈറ്റ് ഓഫ് ദ പിയോസ് ഹെർമിറ്റേജ് വിൽ പ്യൂരിഫൈ യസ്, അല്ലെ, അതായത് ഭക്തിയുള്ള, ഈശ്വര ഭക്തിയുള്ള എന്താ പറഞ്ഞിട്ടുള്ളത്, ഹെർമിറ്റേജ്, നമ്മുടെ ആശ്രമം, അത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, പ്യൂരിഫൈ ചെയ്യും. എന്താ പ്യൂരിഫൈ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. ചാരിയോട്ടർ പറയാണ്, യെസ് യുവർ മജസ്റ്റി, അതെ യുവർ മജസ്റ്റി എന്ന് എന്ത് ചെയ്യാണ്, പറയാണ് അല്ലെ, പ്രഭു എന്ന് പറയാണ്. കിങ് ലുക്കിംഗ് അബൌട്ട്, അപ്പുറത്തൊക്കെ നോക്കിയിട്ട്, അപ്പൊ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വൺ വുഡ് നോ വിത്തൗട്ട് ബീയിങ് ടോൾഡ്, ആർക്കും വേണമെങ്കിൽ വേഗം മനസ്സിലാവും ഒന്നും പറയാതെ, ദാറ്റ് ദിസ് ഈസ് ദ പ്രസിന്റ് ഓഫ് എ പിയസ് ഗ്രോവ്, ഇവിടെ പ്രസിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയ വിത്ത് ദ വാൾസ് എന്നൊക്കെയാണ് അറിയുന്നത്, പറയുന്നത് കേട്ടോ. അതായത് ഒരു പരിധി എന്നൊക്കെ ഒരു അർത്ഥം വരുന്നു, ഓഫ് എ പിയസ് ഗ്രോ, ആർക്കും വേണമെങ്കിൽ. ഇത് വളരെ ഭക്തിയുള്ള ഒരു ഗ്രോവ് ആണ്. ഗ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഇടതുടർന്ന് വളരുന്ന ഒരു സ്ഥലം, ഒരു കുഞ്ഞു കാട് പോലെയുള്ള ഒരു പിയസ് ഗ്രോവ് ആണെന്ന് ആർക്ക് വേണമെങ്കിൽ, ഭക്തിയുള്ള ഒരു ചെറു കാടാണെന്ന് ഇത് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മനസ്സിലാവും എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചാരിയോട്ടർ ചോദിക്കുകയാണ്, ഹൗ സോ, എങ്ങനെ. കിങ്, ഡു യു നോട്ട് സീ, നീ ഇവിടെ കാണുന്നില്ലേ. വൈ ഹിയർ ആർ റൈസ് ഗ്രെയിൻസ്, ഇവിടെ എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ അരിമണികൾ. ഡ്രോപ്പ്ഡ് ഫ്രം ദ ബിൽസ് ഓഫ് പാരറ്റ്സ്, ഇവിടെ ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബീക്ക് ഓഫ് എ ബേർഡ് ആണ്, അതൊരു പക്ഷിയുടെ കൊക്കാണ്. പാരറ്റ് ചിക്സ്, അതായത് ഈ പാരറ്റ് ചിക്സിന്റെ, ഈ തത്തമ്മ കുട്ടികളുടെ കൊക്കിൽ നിന്ന് വീണിട്ടുള്ള അരിമണികൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പറ്റുള്ളത് കാണാനായിട്ട് എന്ത് ചെയ്യും, പറ്റും അല്ലെ. ബിനീത് ദ ട്രീസ്, എവിടെയാണ് വീണ് കിടക്കുന്നത്, നമ്മുടെ മരത്തിന്റെ അടിയിലാണ്. ആൻഡ് പൗണ്ടിങ് സ്റ്റോൺസ്, ഈ ഇടിക്കല്ലുകൾ എന്നൊക്കെ പറയില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഇടിക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മി, അതുപോലെ തന്നെ ഉരല്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇടിക്കല്ലുകൾ വരുന്നത്. അവിടെ ഇടിക്കല്ലുകള്, ആശ്രമല്ലേ, ചന്ദനം ചിലപ്പോൾ എന്ത് ചെയ്യാനെന്നാ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഭസ്മം ഉണ്ടാക്കാനോ എന്തെങ്കിലുമൊക്കെ ഈ കല്ലുകളൊക്കെ ഉപയോഗിക്കല്, സാധനങ്ങളൊക്കെ ഇടിക്കാനൊക്കെ, അങ്ങനത്തെ ഇടിക്കല്ലുകള്. വേർ സ്റ്റിക്സ് അല്ലെ, അവിടെ എന്തുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഇടിക്കല്ലുകൾ, വേർ സ്റ്റിക്സ് എ ലിറ്റിൽ ആൽമണ്ട് ഓയിൽ, ആ ഇടിക്കല്ല് അവിടെ കാണാം. പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു പിന്നെന്ത് ചെയ്യാ, വടികൾ പോലെയുള്ള സംഭവങ്ങൾ കാണാം. ചിലപ്പോ ഈ കല്ലുകളിൽ തന്നെ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, കുറച്ച് ആൽമണ്ട് ഓയിൽസ് ഒക്കെ പറ്റി പിടിച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിരിക്കും ആൽമണ്ട് ഓയിൽ ഉണ്ടാവുക. ആൻഡ് ട്രസ്റ്റ്ഫുൾ ഡിയർ, ഇവിടെ ട്രസ്റ്റ്ഫുൾ ഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ചെയ്തിട്ടില്ല, അതായത് മെരുങ്ങിയിട്ടില്ല അല്ലെ,
പിന്നെ പേടമാൻ, ഇണങ്ങിയ പേടമാനെ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, കാണാൻ പറ്റും. ദാറ്റ് ഡു നോട്ട് റൺ അവേ ആസ് വി ഡ്രോ നിയർ, നമ്മൾ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അതെന്ത് ചെയ്യില്ല, ഒരിക്കലും ഓടില്ല. ചാരിയോട്ടർ, ഇറ്റ് ഈസ് ആൾ ട്രൂ, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണ്. കിങ്, ആഫ്റ്റർ എ വൈൽ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം, വി മസ്റ്റ് നോട്ട് ഡിസ്റ്റർബ് ദ ഹെർമിറ്റേജ്, നമ്മൾ ആശ്രമത്തെ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സ്റ്റോപ്പ് ഹിയർ, നീ ഇവിടെ രഥം നിർത്തിയാലും, അല്ലെ, സ്റ്റോപ്പ് ഹിയർ, നീ ഇവിടെ നിർത്തണം. വൈൽ ഐ ഡിസ്മൗണ്ട്, ഞാനിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം, വണ്ടി എന്ത് ചെയ്യണം, നമ്മുടെ രഥം എന്ത് ചെയ്യണം, ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്താളാന്ന് പറയാണ് രാജാവ്. ഹി ഡിസ്മൗണ്ട്സ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, രഥത്തിൽ നിന്ന് ഇറങ്ങുന്നു. ആൻഡ് ലുക്സ് അറ്റ് ഹിംസെൽഫ്, എന്നിട്ട് സ്വയം തന്നെ ഇങ്ങനെ നോക്കുകയാണ്. വൺ ഷുഡ് വെയർ മോഡസ്റ്റ് ഗാർമെന്റ്സ് ഓൺ എൻറ്ററിങ് എ ഹെർമിറ്റേജ്. വൺ ഷുഡ് വെയർ, അല്ലെ, ഒരാള് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്, ധരിക്കണം മോഡസ്റ്റ് ഗാർമെന്റ്സ്, അല്ലെ. എന്താണ് ഈ മോഡസ്റ്റ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് സാധാരണ ഡ്രസ്സ്, അത് വിനയത്തോട് കൂടിയിട്ടുള്ള ഒരു വസ്ത്രമാണ് എല്ലാവരും ധരിക്കേണ്ടത്. പിന്നെ എന്ത് ചെയ്യുക, ഈ ആശ്രമത്തിലോട്ടും ഇതിലോട്ടും ഇതൊക്കെ പോകുമ്പോൾ, അല്ലാതെ കുറെ രാജാവിന്റെ ശരീരത്തിൽ എന്തുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ കുറെ ആഭരണങ്ങളും മറ്റൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഇട്ടുകാണ്ടാവരുത് പോവേണ്ടത് എന്ന് എന്ത് ചെയ്യാണ് അദ്ദേഹം പറയാണ്. ടേക്ക് ദീസ് ജ്വൽസ് ആൻഡ് ദ ബോ, അല്ലെ, ഈ ജ്വൽസും ഈ ആഭരണങ്ങളും ഈ ബോവും എന്ത് ചെയ്യും, എടുക്കൂ. ഹി ഗീവ്സ് ദം ടു ദ ചാരിയോട്ടർ, അല്ലെ, അദ്ദേഹം എന്ത് കൊടുക്കുന്നു, ചാരിയോട്ടർക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ചാരിയോട്ടർ, യെസ് യുവർ മജസ്റ്റി, ഓക്കെ പ്രഭു, എക്സിറ്റ്. പിന്നെ ചാരിയോട്ടർ എന്ത് ചെയ്യുന്നു പറഞ്ഞില്ല, ആ സ്റ്റേജിൽ നിന്ന് എന്ത് ചെയ്യാണ്, പോവുകയാണ്. ഇപ്പൊ അടുത്ത കഥാപാത്രത്തിന് വരാൻ സമയമായല്ലോ. കിങ് വാക്കിംഗ് ആൻഡ് ലുക്കിംഗ് അബൌട്ട്, അല്ലെ, നടന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്, നോക്കുകയാണ്. ദ ഹെർമിറ്റേജ്, ആശ്രമം, വെൽ, കൊള്ളാം, ഐ എൻ്റർ, ഞാൻ കയറാം, അല്ലെ എന്ന് പറയാണ്. ഇനി അടുത്ത ഭാഗം വരുന്നത് ശകുന്തളയും അതുപോലെ തന്നെ ജാസ്മിൻ വൈനാണ്, നമ്മളെ മുല്ല വള്ളിയുമാണ്. എ വോയിസ് ബിഹൈൻഡ് ദ സീൻസ്, അല്ലെ, ആ സീനിന്റെ പുറകിൽ നിന്ന് നമുക്കൊരു വോയിസ് കേൾക്കാം. ദിസ് വേ ഗേൾസ്, ഈ വഴിയിലൂടെ വരൂ ഗേൾസ് എന്ന് പറയുന്നത് കേൾക്കാം. രാജാവ് ലിസണിങ്, കേട്ടുകൊണ്ട്. ഐ തിങ്ക് ഐ ഹിയർ സംവൺ ടു ദ റൈറ്റ് ഓഫ് ദ ഗ്രോ, ഓക്കെ, എന്താണ്, ഈ ചെറുകാടിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹി വാക്സ് ആൻഡ് ലുക്സ് അബൌട്ട്, അദ്ദേഹം നടന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. ഹിയർ ആർ ഹെർമിറ്റ് ഗേൾസ്, ആശ്രമത്തിലെ പെൺകുട്ടികളാ, വിത്ത് വാട്ടറിങ് പോട്ട്സ്, അല്ലെ, അവരെന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്, വെള്ളം നിറച്ച കുടങ്ങൾ എന്തിയിട്ട് അവരെന്ത് ചെയ്യുന്നത്, നടന്നിങ്ങനെ വരികയാണ്. ദേ ആർ കമ്മിങ് ഇൻ ദിസ് ഡയറക്ഷൻ ടു വാട്ടർ ദ യങ് ട്രീസ്, ഇവിടെയുള്ള ചെറുമരങ്ങൾക്ക് അല്ലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഡയറക്ഷനിലോട്ടാണ് വരുന്നത്. ഐ വിൽ ഡ്രോ ബാക്ക് ഇൻ ടു ദ ഷെയ്ഡ് ആൻഡ് വെയിറ്റ് ഫോർ ദം, ഞാൻ ഈ ഷെയ്ഡിലോട്ടൊന്നും എന്ത് ചെയ്യാം, മാറി നിൽക്കാം, ഈ തണലിലോട്ടൊന്നും എന്ത് ചെയ്യാം, മാറി നിൽക്കാം, എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ചെറിയൊരു ഷെയ്ഡിലോട്ട് എന്ത് ചെയ്യാണ്, മാറി നിൽക്കുകയാണ്. ഹി സ്റ്റാൻഡ്സ് ഗേസിങ് അറ്റ് ദം, അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശകുന്തള ആൻഡ് ഹെർ ടു ഫ്രണ്ട്സ്, അല്ലെ, അവിടെ ശകുന്തളയും അവളുടെ രണ്ട് ഫ്രണ്ട്സും അനസൂയും പ്രേമതയും അവിടേക്ക് പ്രവേശിക്കുകയാണ്. അനസൂയ പറയാണ്, ഇറ്റ് സീംസ് ടു മീ ഡിയർ, എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവളെ, ദാറ്റ് ഫാദർ കൺവ, അല്ലെ, ഫാദർ കൺവ കെയർസ് മോർ ഫോർ ദ ഹെർമിറ്റേജ് ട്രീസ് ദാൻ ഹി ഡസ് ഫോർ യു, നിന്റെ അച്ഛൻ കൺവ മഹർഷി, അല്ലെ, അദ്ദേഹത്തിന് നിന്നെക്കാളേറെ ഇഷ്ടം ഹെർമിറ്റേജിലെ മരങ്ങളോടാണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, തോന്നുന്നുണ്ട്, ആശ്രമത്തിലെ മരങ്ങളോടാണ് തോന്നുന്നുണ്ട്. യു ആർ ഡെലിക്കേറ്റ് ആസ് ജാസ്മിൻ ബ്ലോസം, നീ എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, ജാസ്മിൻ ബ്ലോസം പോലെ, ഒരു മുല്ലമൊട്ട് പോലെ, അല്ലെ, എന്താണ്, നീ അത്ര ഡെലിക്കേറ്റ് ആണ്, നീ അത്ര എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, ലോലമാണെന്ന് പറയാണ്. യെറ്റ്, എന്നിട്ടും, ഹി ടെൽസ് യു ടു ഫൈൻഡ് ദ ട്രെഞ്ചസ് അബൌട്ട് ദ ട്രീസ്, അല്ലെ, എന്നിട്ടും അദ്ദേഹം നിന്നോട് ഈ മരങ്ങൾക്കിടയിലുള്ള ഈ ട്രെഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോങ് ഡീപ്പ് ഡിച്ചസ് ആണ്. നമ്മൾ ചിലപ്പോൾ തടയൊക്കെ തുറക്കുമല്ലോ, അല്ലെ, വായന്റെ ഇടയിലൊക്കെ വെള്ളം കെട്ടി നിർത്തല്ല, അതേമാതിരിയുള്ള ചെറിയൊരു ചാല്, അല്ലെ, അതില് വെള്ളം നിറക്കാനായിട്ട് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പൊ ശകുന്തള പറയാണ്, ഓ, ഇറ്റ് ഈസ് ഇൻ ഫാദേഴ്സ് ബിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന, ഇത് അച്ഛന്റെ കൽപ്പനയല്ല. ഐ ഫീൽ ലൈക്ക് എ റിയൽ സിസ്റ്റർ ടു ദം, എനിക്ക് ഈ ചെടികളും മരങ്ങളൊക്കെ എന്റെ ശരിക്കുള്ള പെങ്ങന്മാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അനിയത്തിമാരായിട്ടോ അങ്ങനെ തോന്നുന്നു പറയാൻ. ഷീ വാട്ടേഴ്സ് ദ ട്രീസ്, അവൾ ആ മരങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. പ്രിയംവദ പറയാണ്, ശകുന്തള, വി ഹാവ് വാട്ടേർഡ് ദ ട്രീസ് ദാറ്റ് ബ്ലോസം ഇൻ ദ സമ്മർ ടൈം,
ഓക്കെ. സമ്മർ ടൈമിൽ പുഷ്പിക്കേണ്ട മരങ്ങൾക്കും ചെടികൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി പൂക്കാലം വരാൻ നിൽക്കുന്ന ചെടികൾക്കും മരങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. നൗ ലെറ്റ് സ്പ്രിങ്കിൾ. സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിക്കുക. ദോസ് ഹൂസ് ഫ്ലവറിംഗ് ടൈം പാസ്റ്റ്, അല്ലെ, പൂക്കാലം കഴിഞ്ഞു പോയിട്ടുള്ള ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യണം, നമുക്ക് എന്തെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദാറ്റ് വിൽ ബി ബെറ്റർ ഡീഡ്. അതൊരു നല്ലൊരു പ്രവൃത്തിയായിരിക്കും. ബിക്കോസ് വി ഷാൾ നോട്ട് ബി വർക്കിംഗ് ഫോർ എ റിവാർഡ്. നമ്മൾ എന്തെങ്കിലും തിരിച്ചു കിട്ടും, റിവാർഡ് കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ശകുന്തള, വാട്ട് എ പ്രെറ്റി നോഷൻ, എന്ത് നല്ല ചിന്തയാണത്. ഷീ ഡസോ, അവൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. കിങ് ടു ഹിംസെൽഫ്. അപ്പൊ ഇത് രാമണ രാജാവ് കാണുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആൻഡ് ദിസ് ഈസ് കൺവാസ് ഡോട്ടർ. ഇതാണല്ലേ കൺവ മഹർഷിയുടെ മകൾ ശകുന്തള. ശകുന്തള ലുക്കിംഗ് അഹെഡ്, അല്ലെ, എന്ത് ചെയ്യാന്ന് മുന്നോട്ട് നോക്കിയിട്ട്, ഓ ഗേൾസ്, ദാറ്റ് മാംഗോ ട്രീ ഈസ് ട്രൈങ് ടു ടെൽ മീ സംതിങ് വിത്ത് ഹിസ് ബ്രാഞ്ചസ് ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്. പിന്നെ അവിടെ കാറ്റടിക്കുമ്പോൾ അവിടെ എന്തുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്, ഒരു മാംഗോ ട്രീ ഉണ്ട്. ആ മാംഗോ ട്രീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. അപ്പൊ അതിന് ശകുന്തള എന്താ പറയുന്നത്, ഓ ഗേൾസ്, പ്രിയമത, അനസൂയ, ആ മാംഗോ ട്രീ ഈസ് ട്രൈങ് ടു ടെൽ മീ, എന്നോട് എന്തോ പറയാനായിട്ട് ശ്രമിക്കുകയാണ്, അല്ലെ, സംതിങ് വിത്ത് ഹിസ് ബ്രാഞ്ചസ്, അതിന്റെ ബ്രാഞ്ചസ് കൊണ്ട്, ശിഖരങ്ങളെ കൊണ്ട്, ദാറ്റ് മൂവ് ഇൻ ദ വിൻഡ് ലൈക്ക് ഫിംഗേഴ്സ്, ആ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്, കാറ്റത്ത് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്, ഫിംഗേഴ്സ്, വിരലുകളെ ബ്രാഞ്ചസ് ഇവൾക്ക് വിരലുകൾ പോലെ തോന്നുകയാണ്. അതിങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ മാടി വിളിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ തോന്നുകയാണ്. ഐ മസ്റ്റ് ഗോ ആൻഡ് സീ ഹിം, അല്ലെ, ഞാൻ അവിടെ പോയിട്ട് അതൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ഷീ ഡസോ, അവൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പൊ പ്രിയമത, ദേർ ശകുന്തള, സ്റ്റാൻഡ് റൈറ്റ് വേർ യു ആർ ഇൻ എ മിനിറ്റ്. ശകുന്തള, ഒരു മിനിറ്റ്, നീ എവിടെ നിൽക്കുന്നത്, അവിടെ തന്നെ ഒന്ന് നിൽക്കുന്നുണ്ട് ഇയാൾ പറയാണ്. അപ്പൊ ശകുന്തള ചോദിച്ചാണ്, വൈ, എന്തിനാ ഞാൻ നിൽക്കുന്നത്. പ്രിയംവദ, വെൻ ഐ സീ യു ദേർ, ഞാൻ നിന്നെ അവിടെ കാണുമ്പോൾ, ഇറ്റ് ലുക്സ് ആസ് ഇഫ് എ വൈൻ വേർ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ. ഇവിടെ ക്ലിങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറുക, എൻറ്റർ ചെയ്യുക, ഏതെങ്കിലും വള്ളികളൊക്കെ എന്ത് ചെയ്യാൻ പറഞ്ഞ ചുറ്റുപാടൊന്ന് മരത്തിന്മേൽ കയറില്ലേ, അതേപോലെ. അപ്പൊ പ്രിയമത പറയാണ്, വെൻ ഐ സീ യു ദേർ, ഞാൻ നിന്നെ അവിടെ കാണുമ്പോൾ, ഇറ്റ് ലുക്സ്, അതെന്താണ് പിന്നെന്തെങ്കിലും ലുക്സ് ചെയ്യുന്ന കാണിക്കുന്നത്, ആസ് ഇഫ് എ വൈൻ വേർ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ, അല്ലെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്, വൈന്, അല്ലെ, വേർ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ, അതായത് ഒരു വള്ളി ആ മാംഗോ ട്രീയിലോട്ട് എന്ത് ചെയ്യാണ്, കയറി പോകുന്ന പോലെ, കയറി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അനസൂയ, അല്ലെ, ഓ ശകുന്തള, ഹിയർ ഇസ് ദ ജാസ്മിൻ വൈൻ, ഇവിടെ ഉണ്ട്, മുല്ലവള്ളി ഉണ്ട്, ദാറ്റ് യു നെയ്മഡ് ലൈറ്റ് ഓഫ് ദ ഗ്രോ, അല്ലെ, ഇവിടെ നീ പേരിട്ടിട്ടില്ല, അല്ലെ, ലൈറ്റ് ഓഫ് ദ ഗ്രോ എന്ന് പറഞ്ഞിട്ട് പേരിട്ടിട്ടുള്ള ആ മുല്ലവള്ളി ഇവിടെ നിൽക്കുന്നുണ്ട്. ഷീ ഹാസ് ചൂസൺ, അവൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ദ മാംഗോ ട്രീ ആസ് ഹർ ഹസ്ബൻഡ്, ഈ മാംഗോ ട്രീയെ അവളുടെ ഭർത്താവായിട്ട് അവൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പറയാണ്. ശകുന്തള, ഐ സീ വൈ ദേ കാൾ യു ദ ഫ്ലാറ്റർ. ഇപ്പോഴല്ല മനസ്സിലായത്, എല്ലാവരും നിങ്ങളെ ഫ്ലാറ്റർ, അല്ലെ, നിങ്ങളെ മുഖസ്തുതി പറയുന്നവരെന്ന്, അതായത് ഫ്ലാറ്റർ എന്ന് പറഞ്ഞാൽ പൊക്കി പറയാം, പൊക്കി പറയുന്നവരെന്ന് വിളിക്കുന്നത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. അപ്പൊ രാജാവ് പറയാ, ബട്ട് ദ ഫ്ലാറ്ററി ഈസ് ട്രൂ, പക്ഷേ അവര് പറഞ്ഞ ആ മുഖസ്തുതി, ആ ഫ്ലാറ്ററി എന്താണ്, സത്യമാണ്. ഹർ ആംസ് ആർ ടെൻഡർ ഷോട്ട്സ്, അല്ലെ, ഇവളുടെ ആംസ് എന്തുപോലെയാണെന്നാ പണ്ട് തളിര് പോലെയാണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. ഹെർ ലിപ്സ് ആർ ബ്ലോസംസ് റെഡ് ആൻഡ് വാം, അല്ലെ, ഇവളുടെ ചുണ്ടുകൾ എന്താന്നാ പണ്ടുള്ളത്, വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുഷ്പം പോലെയാണ്, എന്ത് ഭംഗിയുള്ള പുഷ്പം പോലെയാണ്, അല്ലെ, ആൻഡ് വാം, വളരെ വാമാണ്. ഇനി നോക്കുക, ബി വിച്ചിങ്. ബി വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻചാൻഡിങ്, അതായത് വശീകരിക്കുന്ന, ആകർഷിക്കുന്ന. യൂത്ത് ബിഗിൻസ് ടു ഫ്ലവർ, അതായത് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പുഷ്പം പോലെയാണ്. ഇൻ ബ്യൂട്ടി ഓൺ ഹെർ ഫോം, അല്ലെ, അവളുടെ ഫോമിൽ അവൾ ഭയങ്കര ഭംഗിയാണ്, അവളെ കാണാൻ എന്ന് എന്ത് ചെയ്യാണ്, പറയാണ്. ശകുന്തള അപ്രോച്ചസ് ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ്, അല്ലെ, ശകുന്തള എന്ത് ചെയ്യുന്നു, അതിന്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നോക്കുന്നു സന്തോഷത്തോട് കൂടിയിട്ട്. വാട്ട് എ പ്രെറ്റി പെയർ ദേ മേക്ക്. ഓ, ഈ മരത്തിന്റെ അടുത്ത് പോയിട്ട് പറയാം, ഓ എന്ത് നല്ല ജോഡിയാണ്, പ്രറ്റി, എന്ത് നല്ല ഭംഗിയുള്ള പെയറാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ദ ജാസ്മിൻ ഷോസ് ഹർ യൂത്ത് ഇൻ ഹർ ഫ്രഷ് ഫ്ലവേഴ്സ്, അല്ലെ, ഈ മുല്ല അതിന്റെ യൗവനം, പിന്നെ എങ്ങനെന്നാ പറഞ്ഞിട്ടുള്ളത്, ഈ എന്ത് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ഫ്രഷ് ഫ്ലവേഴ്സ്, അല്ലെ, വിരിഞ്ഞിട്ട് നമുക്ക് കാണിക്കുകയാണ്. ആൻഡ് ദ മാംഗോ ട്രീ ഷോസ്, ഈ മാംഗോ ട്രീ എന്താ കാണിക്കുന്നത്, ഹിസ് സ്ട്രെങ്ത്, അതിന്റെ ശക്തി, ഇൻ ഹിസ് റൈപ്പണിങ് ഫ്രൂട്ട്, അതായത് പഴങ്ങളെ പഴുപ്പിക്കാനുള്ള അതിന്റെ ശക്തി എന്ത് ചെയ്യാണ്, കാണിക്കാണ്. ഷീ സ്റ്റാൻഡ്സ് ഗേസിങ് അറ്റ് ദം, അവള് ഇത് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇങ്ങനെ എന്ത് ചെയ്യാൻ നോക്കാണ്, ഗേസ് എന്ന് പറഞ്ഞാൽ തുറിച്ച് എന്ത് ചെയ്യാണ്, നോക്കാണ്. അനസൂയ, ലുക്ക് ശകുന്തള, ഹിയർ ഇസ് ദ സ്പ്രിംഗ് ക്രീപ്പർ. ഇവിടെ എന്തുണ്ട് പണ്ടിൽ ഒരു സ്പ്രിംഗ് ക്രീപ്പർ ഉണ്ട്, ഇതൊരു ചെടിയാട്ടോ, ഒരു പുഷ്പമൊക്കെ ഉണ്ടാവുന്ന ഒരു മുല്ല ചെറിയ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ്. ദാറ്റ് ഫാദർ കൺവ ടെൻഡഡ് വിത്ത്
ഹിസ് ഓൺ ഹാൻഡ്സ് ജസ്റ്റ് ആസ് ഹി ഡിഡ് യു. അല്ലെ, അതായത് അതായത് ഇവിടെ നിന്റെ അച്ഛൻ പരിപാലിച്ചിട്ടുള്ള എന്തുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സ്പ്രിംഗ് ക്രീപ്പർ ഉണ്ട് അല്ലെ, അതായത് നിന്നെ നോക്കിയ പോലെ നിന്റെ അച്ഛൻ നോക്കിയിട്ടുള്ള, ടെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെയർ ചെയ്തിട്ടുള്ള, പിന്നെന്താ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഒരു സ്പ്രിംഗ് ക്രീപ്പർ ഉണ്ട്, ഇതൊരു ചെടിയാണ്. യു ആർ ഫോർഗെറ്റിംഗ് ഹർ, നീ അവളെ മറക്കരുത്. ശകുന്തള ഗോസ് ടു ദ ക്രീപ്പർ ആൻഡ് ലുക്സ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി. ആ ക്രീപ്പറിന്റെ അടുത്ത് പോയിട്ട് അതിന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നോക്കാണ്. വണ്ടർഫുൾ വണ്ടർഫുൾ പ്രിയംവദ, ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു. എനിക്ക് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാനുണ്ട് പ്രിയംവദ. വാട്ട് ഈസ് ഇറ്റ് ഡിയർ, എന്താണ് പ്രിയപ്പെട്ടവളെ അത് എന്നെന്ത് ചെയ്യുന്നുണ്ട്, പ്രിയംവദ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോ ശകുന്തള പറയാണ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് സീസൺ, സീസൺ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് ദ സ്പ്രിംഗ് ക്രീപ്പർ ഈസ് കവേർഡ് വിത്ത് ബഡ്സ് ഡൗൺ ടു ദ വെരി റൂട്ട്. പക്ഷേ ഈ സ്പ്രിംഗ് ക്രീപ്പറിൽ അല്ലെ, അതിന്റെ മൊത്തം അടി മുതൽ മുകൾ വരെ എന്തെങ്കിലും ചെറിയ ചെറിയ മുട്ടിട്ടിട്ടുണ്ട് എന്നാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്. അതായത് സീസൺ കഴിഞ്ഞിട്ടും ഇത് പൂക്കാൻ നിൽക്കാന്ന് പറയാണ്. ദ ടു ഫ്രണ്ട്സ് റണ്ണിങ് അപ്പ്, ഓടി വന്നിട്ട്, റിയലി ശകുന്തള നീ പറയുന്നത് ശരിയാണോ? അപ്പൊ ശകുന്തള, ഓഫ് കോഴ്സ്, ക്യാൻ യു സീ, ഓ നീ നിങ്ങളിത് കാണുന്നില്ല എന്ന് പറയാണ്. അപ്പൊ അതായത് ഈ പൂക്കാലം കഴിഞ്ഞിട്ടും ഈ പൂക്കൾ പൂക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു എന്താന്നാ പറഞ്ഞിട്ടുള്ളത്, പിന്നെ സിമ്പിളാണ്. ഇത് നമ്മൾ നേരത്തെ മുല്ലവള്ളിയും മാംഗോ ട്രീയെ കുറിച്ച് പറഞ്ഞില്ലേ, അതൊക്കെ നല്ലൊരു കൂടിച്ചേരലുകളാണ്. ഇതും നല്ല നല്ല സിമ്പിളാണ്. അത് നേച്ചർ നമുക്ക് കാണിച്ചു തരുന്ന നല്ല നല്ല സിമ്പിൾസ് ആണിത്. ശകുന്തള അപ്പൊ പ്രിയംവദ ലുക്കിംഗ് അറ്റ് ഇറ്റ് ജോയ്ഫുള്ളി, അതിനെ സന്തോഷത്തോടെ നോക്കിയിട്ട്, ആൻഡ് ഐ ഹാവ് സംതിങ് പ്ലസന്റ് ടു ടെൽ യു, പിന്നെ നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാണ്ട്. യു ആർ ടു ബി മാരീഡ് സൂൺ, അധികം വൈകാതെ നിന്റെ കല്യാണം കഴിയുമെന്ന് എന്ത് ചെയ്യാൻ പറയാണ്. അനസൂയ പറയാണ്, പ്രിയംവദ ദാറ്റ് ഈസ് വൈ ശകുന്തള വാട്ടേഴ്സ് ദ സ്പ്രിംഗ് ക്രീപ്പർ സോ ലവിംഗ്ലി. ആയതുകൊണ്ടാണ് ശകുന്തള എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്, ആ സ്പ്രിംഗ് ക്രീപ്പറിന് വെള്ളം വളരെ സന്തോഷത്തോടെ എന്ത് ചെയ്യുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ശകുന്തള, ഷീ ഈസ് മൈ സിസ്റ്റർ, ഇതെന്റെ സിസ്റ്റർ ആണ്. വൈ ഷുഡിന്റ് ഐ ഗീവ് ഹർ വാട്ടർ, എന്തുകൊണ്ട് എനിക്ക് അതിന് വെള്ളം കൊടുത്തുകൂടാ? ഷീ ടിപ്സ് ഹർ വാട്ടർ പോട്ട്, അല്ലെ, അവൾ എന്ത് ചെയ്യുന്നു, ആ വാട്ടറിംഗ് ബോട്ട് കൊണ്ട് വെള്ളം എന്ത് ചെയ്യുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ബി അറ്റാക്ക്, അല്ലെ, ഒരു തേനീച്ചയുടെ എന്തെങ്കിലും ഒരു ചെറിയ വണ്ടിന്റെ ഒക്കെ ഒരു ആക്രമണം. ശകുന്തള, ഓ ഓ എ ബി ഹാസ് ലെഫ്റ്റ് ദ ജാസ്മിൻ വൈൻ, അല്ലെ, മുല്ലവള്ളിയിൽ നിന്ന് പോന്നിട്ടുള്ള ഒരു ബി, ആൻഡ് ഈസ് ഫ്ലൈയിങ് ഇൻ ടു മൈ ഫേസ്, അല്ലെ, അതെന്റെ മുഖത്തിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യാൻ പറക്കുകയാണ്. ഷീ അപ്പേഴ്സ് അനോയിഡ് ബൈ ദ ബി. അനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോസരപ്പെടുക, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഡിസ്റ്റർബ്ഡ് എന്ത് ചെയ്യുക, ആവുക, അല്ലെ. അതായത് അവള് ആ ബീനെ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ഓ ഗേൾ സേവ് മീ ഫ്രം ദിസ് ഡ്രെഡ്ഫുൾ ബി, അല്ലെ, ഈ ഡ്രെഡ്ഫുൾ, അല്ലെ, ഈ ഭയാനകരമായിട്ടുള്ള ഈ എന്താ പറഞ്ഞില്ലേ, ഈ ബിയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. അപ്പൊ അനസൂയും പ്രിയംവദയും പുഞ്ചിരിച്ചുകൊണ്ട്, ഹു ആർ വി ടു സേവ് യു, ഞങ്ങൾ ആരാ നിന്നെ രക്ഷിക്കാന്? കാളപ്പോൺ കിങ് ദുഷ്യന്ത, നീ കിങ് ദുഷ്യന്തയെ വിളിക്ക്. ഹി ഈസ് ദ പ്രൊട്ടക്ടർ ഓഫ് ദ ഗ്രോവ്, അദ്ദേഹമാണ് ഈ ഗ്രോവിന്റെ, അല്ലെ, ഈ നാടിന്റെയും ഈ കാടിന്റെയും ഈ നമ്മുടെ ചുറ്റുപാടിന്റെയൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷകൻ എന്ന് പറയാണ്. ഇനിയും ഈ നാടകം ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. നമുക്ക് ഇത്ര മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. വി വിൽ മീറ്റ് ഇൻ അനദർ സെഷൻ. താങ്ക് യു.